എന്തായാലും ഡൽഹിയിൽ സ്ഫോടനം എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളത് ഇനിയും അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾക്ക് തീപിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ജനനിബിഡമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മനു, എന്തെങ്കിലും പുതിയ വിവരം വരുന്നുണ്ടോ? ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. മഞ്ജുഷ്, നമുക്കിപ്പോ അവിടുന്ന് ലഭിക്കുന്ന ഒരു പ്രധാന വിവരം അനുസരിച്ച് ഇത് ഒരു വാഹനത്തിന്റെ CNG എഞ്ചിൻ പൊട്ടിച്ചെറിച്ചതാകാം എന്നൊരു അനുമാനമാണ് ഇപ്പോൾ അന്വേഷണ സംഘമൊക്കെ ന്യൂസ് 18-നുമായി പങ്കുവെക്കുന്നത്. കാരണം ഒരു വലിയ സ്ഫോടക വസ്തു എന്ന തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു ഭൂമിയിൽ കാണേണ്ട ഒരു കുഴിയോ അങ്ങനെയൊന്നും അവിടെ കണ്ടുകിട്ടിയിട്ടില്ല. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ടെറർ അറ്റാക്ക് ആയിട്ട്, ഒരു ഭീകരാക്രമണമായിട്ട് ദയവ് ചെയ്ത് ചിത്രീകരിക്കരുത് എന്നാണ്. ഇതൊരു CNG സിലിണ്ടർ എക്സ്പ്ലോഷനും ആകാം. ആ കാറിൽ അത് CNG ഉപയോഗിക്കുന്ന കാറാണ്. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായതും ആകാം എന്ന് സംശയിക്കുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലേ മനു? അതെ അതെ, അത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, അവിടെ ഈ ഫോറൻസിക് എക്സ്പേർട്സും അതുപോലെ ഈ ബോംബ് സ്ക്വാഡും അവിടെ പെട്ടെന്ന് തന്നെ വരികയും ഈ പരിശോധനകൾ നടത്തുകയും ചെയ്തപ്പോൾ പ്രാഥമികമായുള്ളൊരു വിലയിരുത്തൽ ഈ CNG ടാങ്ക് പൊട്ടിയതായിരിക്കാം എന്നതാണ്. പക്ഷെ അത് ഇത്ര ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിയതാണ് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം പരിഭ്രാന്തിയിലാക്കിയത്. മാത്രമല്ല, സ്ഫോടനത്തോടൊപ്പം തൊട്ടടുത്തിരുന്ന വാഹനങ്ങളെല്ലാം തീപിടിച്ചതോടുകൂടി ആ പ്രദേശത്ത് ഒരു അഗ്നിബാധയുടെ ഒരു വലിയൊരു ഫീലിംഗ് ഉണ്ടായി. മാത്രമല്ല, സമീപത്തുള്ള ചില ചില്ലുകൾ, കെട്ടിടങ്ങളിലെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. ബസിന്റെ ചില്ലൊക്കെ ആ സ്ഫോടനത്തിന്റെ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇതൊക്കെ ആണ് ഒരു സംശയത്തിന് വഴി നൽകിയത്. ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന ഒരു പ്രധാന വിവരം അനുസരിച്ച് ആരുടെയെങ്കിലും ജീവന ഹാനി സംഭവിച്ചതായ ഒരു വിവരമില്ല. അതൊരു അങ്ങനെ ആള് മരിച്ചു എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെ അങ്ങനെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഡൽഹിയിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. ദൃശ്യങ്ങളിൽ ചില ശരി മനു, മറ്റു വിവരങ്ങൾ എന്താണ്? അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഇത് ഒരു വാഹനത്തിലുണ്ടായ ഒരു പ്രശ്നം കാരണം നടന്ന ഒരു പൊട്ടിത്തെറിയായിരിക്കാം എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുന്നു. അത് പക്ഷെ ഏതായാലും അതീവ ജാഗ്രത പുലർത്തണം എന്ന കാര്യത്തിൽ പിന്നെ ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ുണ്ടായി എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമായി തന്നെ നിൽക്കുന്നു. ആളുകൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. അവിടെ ഒരാളുകളെ ശാന്തരാക്കുന്ന ജോലിയാണ് ഇപ്പോൾ പെട്ടെന്ന് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും അഗ്നിബാധ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത അവിടുന്ന് വരുന്നുണ്ട്. അതാണ് വലിയൊരു ഒരു ആശങ്കയ്ക്ക് വഴിവെച്ചു. കാരണം 3-4 കാറുകളും അതോടനുബന്ധിച്ച് അതിനകത്ത് എല്ലാത്തിനും ഫ്യൂവൽ ടാങ്ക് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും അത് വലിയ അഗ്നിബാധയുടെ തോത് വർദ്ധിപ്പിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം കാറുകൾ അടുപ്പിച്ച് പാർക്ക് ചെയ്തൊരു സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അപ്പൊ അത് 7 യൂണിറ്റുകൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന്റെ അങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അവിടുത്തെ ഫയർ ചീഫ്, ഡെപ്യൂട്ടി ഫയർ ചീഫ് ഡൽഹി വ്യക്തമാക്കുന്നത് ന്യൂസ് 18-നോട്. അപ്പൊ അതനുസരിച്ച് ആദ്യം പെട്ടെന്ന് തന്നെ അവർക്ക് ഇതിനെ സംബന്ധിച്ച വിവരം ആദ്യം തന്നെ ഫയർ വിഭാഗത്തിന് കിട്ടി. പെട്ടെന്ന് തന്നെ അവർക്കിത് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് അഗ്നിബാധ വലിയ തോതിൽ പടരാൻ 3 വാഹനങ്ങൾ ആ ഘട്ടത്തിൽ തീപിടിച്ചു. കാരണം ഇന്ധനം നിറഞ്ഞ വാഹനങ്ങളാണ് തീപിടിച്ചത്. എന്നിട്ടും അത് അതിവേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പൊ CNG ടാങ്ക് പൊട്ടിയതായിരിക്കാം. പക്ഷെ അത് അങ്ങനെ പൊട്ടാനുള്ള കാരണം അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. ഏതായാലും ഇതിൽ തീവ്രവാദ സംശയങ്ങൾക്ക് ഉതകുന്ന ഒന്നും ആദ്യഘട്ടത്തിൽ കിട്ടുന്നില്ല. ഏതായാലും അതീവ ജാഗ്രതയുണ്ട്. ഡൽഹിയിൽ എല്ലായിടത്തും ഒരു സൂക്ഷ്മമായ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം പോലീസും എല്ലാവരും നൽകിയിട്ടുണ്ട്. ശരി മനു, എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അല്പസമയം കൂടി കാത്തിരിക്കാം. ഇപ്പോൾ 10-12 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. പക്ഷേ ഇപ്പോഴും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നൽകരുത് എന്നാണ്. അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടുമില്ല.
ചിലപ്പോൾ CNG കാറിൽ ചില സാങ്കേതിക തകരാറ് കൊണ്ട് ഇങ്ങനെയൊരു സ്ഫോടനം സംഭവിച്ചതാകാം എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. 10-12 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിൽ മാത്രമാണ് സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് തീ മറ്റിടങ്ങളിലേക്ക് പടരുകയായിരുന്നു. അങ്ങനെയാണ് മറ്റു വാഹനങ്ങൾ കത്താനിടയായത് എന്നുള്ള റിപ്പോർട്ടുമാണ് വരുന്നത്. ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് മെട്രോ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് തൊട്ട് മുന്നിൽ ഗേറ്റ് നമ്പർ 1 മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് ആദ്യം പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. തീ പടർന്ന ദൃശ്യങ്ങൾ കാണുന്നു. മരണം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരാൾ മരിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ദൃശ്യത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. തുടക്കത്തിലെ ദൃശ്യങ്ങളായിരുന്നു ആദ്യം കണ്ടത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഡൽഹിയിൽ പരിസരത്തുള്ള നിരവധി അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഉടൻ തന്നെ ഹൈ അലർട്ട് നൽകിയിരുന്നു. അതുമാത്രമല്ല, ഡൽഹിയിൽ ഹൈ അലർട്ട് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറും ഇന്ന് മറ്റൊരു ഡോക്ടറും ഈ ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർ എന്ന സംശയത്തിൽ, ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിൽ അറസ്റ്റിലായത് ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആയിട്ട്. അതിനാൽ തന്നെ രാജ്യ തലസ്ഥാനത്ത് ഹൈ അലർട്ട് തന്നെയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഹൈ അലർട്ടിനിടെയാണ് ഇങ്ങനെയൊരു സ്ഫോടനം ജനത്തിരക്കേറിയ ഒരു സ്ഥലത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ കൂട്ടുന്നതും. ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നു പോലീസ്. ഒപ്പം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തീ അണയ്ക്കുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപമാണ് കാർ പൊട്ടിത്തെറിച്ചത്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, കത്തി നശിച്ചു. इतनी तेज धमाका हुई है, ठीक है, तो मैं दुकान छोड़ करके एकदम से भागा. मेरे साथ भी बहुत सारी पब्लिक भागी. एक पे एक पब्लिक गिर रही थी. उस टाइम ऐसा लग रहा था कि हम कुछ पल में दूसरा धमाका हुआ था, हम मरने वाले हैं. ऐसा लग रहा कि हम बचने का चांस, ऐसा लग रहा कि मौत को मुंह से देख रहे हैं. इस तरह से नजारा था. तो मैं भाग करके साइकिल मार्केट में गया. वहाँ जा करके मैं एक कोल्ड ड्रिंक लिया. 2 बंदे को ने मेरे पे अच्छे से काबू किया, मेरे को समझाया कि हो तो फिर मेरे को रिलैक्स मिला. फिर मैं दोबारा यहाँ दुकान पे चाबी ले करके, ये चाबी दुकान की, मैं चाबी दुकान बंद करके फिर आप घर जा रहा हूँ. आपका? मेरा नाम राजधर पांडे. क्या हुआ सर, आप क्या बता पाएंगे कुछ? नहीं जी, हम कुछ नहीं, हम ये देखे, लपट देखा. हाँ. अपने छत से देखा, तभी मैं नीचे उतर के आया कि जरा देखूं कहाँ है क्या. और तो पता नहीं किसी तरह की कोई आवाज आपने सुनी? हाँ, बहुत जोर आवाज आई. बिल्डिंग खिड़की हिल गई, खिड़की हिल गई. आपका घर कितना दूर है इस ये जगह रहा से? गुरुद्वारे के पास. രണ്ടുപേരുടെ പ്രതികരണമാണ്. രണ്ടും ദൃക്സാക്ഷികളാണ്. ആദ്യം കേട്ടത് ഒരു കടയുടമയുടേതാണ്. അദ്ദേഹം ഈ സ്ഫോടനമുണ്ടായ ഉടനെ ഭയന്ന് കടയിൽ നിന്ന് ഇറങ്ങി ഓടി മറ്റൊരു സ്ഥലത്ത് എത്തിയ ശേഷമാണ് സ്ഥിതി നിയന്ത്രണത്തിലായിട്ടുണ്ട് എന്ന് അറിഞ്ഞ് തിരിച്ചു വന്നു. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദമാണ് കേട്ടത്, കാണുകയും ചെയ്തുവെന്ന് മറ്റൊരു രണ്ടാമത് സംസാരിച്ചയാളും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ നിന്നാണ് ഈ സ്ഫോടനം കണ്ടത്. ഉഗ്ര ശബ്ദത്തിലുള്ള സ്ഫോടനമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണം എന്നുള്ളതാണ് ഇനിയും അറിയാൻ ബാക്കിയുള്ളത്. രാജ്യ തലസ്ഥാനത്ത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത്, ജനനിബിഡമായിരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത്. മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ് എന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സാങ്കേതികമായ തകരാറാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളതാണ്. भाई साहब, क्या नाम है आपका? जिशान. रिशान जी, ये चोट किस तरह से आई है आपको? चलो मैं अभी करता हूँ. रिशान जी, ये चोट आपको कैसे आई है? भाई मेरे आगे गाड़ी चल रही थी, कार कम से कम 1-2 फुट की दूरी पे थी. उसकी गाड़ी में बम था, जाने क्या था, वो फटा था. कौन सी गाड़ी थी? एसेंट थी, जाने स्विफ्ट डिजायर थी. हट जाइए. अरे मेरे आगे था, 2 भाई साहब. फुट की दूरी पे था. भाई साहब, क्या नाम है आपका? जिशान. रिशान जी, ये चोट किस तरह से आई है आपको? चलो मैं अभी करता हूँ. रिशान जी, ये चोट आपको कैसे आई है? भाई मेरे आगे गाड़ी चल रही थी, कार कम से कम 1-2 फुट की दूरी पे थी. उसकी गाड़ी में बम था, जाने क्या था, वो फटा था. कौन सी गाड़ी थी? एसेंट थी, जाने स्विफ्ट डिजायर थी. हट जाइए. സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു കാർ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടു മുന്നിൽ, ഇപ്പോൾ സംസാരിച്ചയാളുടെ തൊട്ടു മുന്നിൽ വെച്ചാണ് ആ സ്ഫോടനം ഉണ്ടായത്. കാർ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം. പാർക്ക് ചെയ്തിരുന്നത് ആ കാർ അല്ല എന്നുള്ളതാണ്. ഒരു തവണ കേട്ടു നോക്കാം.
चलो कैमरा ले आइए। ഇപ്പോൾ സ്ഫോടനത്തിന്റെ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ദൃക്സാക്ഷികൾ പലരുണ്ട്. ദൃക്സാക്ഷികൾ ഇപ്പോൾ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവർ എല്ലാവരും അവിടെ നിന്ന് ഓടി മാറുകയാണ് ആ സമയത്ത് ഉണ്ടായത്. എന്തായാലും അതീവ ഗുരുതരം എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ നാശനഷ്ടമാണ് മെട്രോ സ്റ്റേഷന് മുന്നിൽ, ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള രീതിയിൽ സംശയമുണ്ടായിരുന്നു. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള വൃത്തങ്ങൾ പറയുന്ന വിവരം അനുസരിച്ച് CNG കാർ പൊട്ടിത്തെറിച്ചതായിരിക്കാം, എന്തെങ്കിലും സാങ്കേതികമായ തകരാർ ആയിരിക്കാം. അതല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇതുവരെ സ്ഥിരീകരണം പോയിട്ടില്ല എന്നാണ്. അതിനാൽ ആ രീതിയിലേക്കുള്ള വാർത്തകൾ നൽകരുത് എന്നുള്ള അഭ്യർത്ഥനയും ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കൂടുതൽ സ്ഥലത്തേക്ക് തീ പടരുന്നത് ഒഴിവാക്കുവാൻ അഗ്നി രക്ഷാസേനയ്ക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മനു, മറ്റെന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ പുതുതായിട്ട്? ഇപ്പോൾ ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അല്ലെ? അതിൽ മറ്റ് സംശയങ്ങൾ വന്നിട്ടില്ല. യെസ്, ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് LNJP ഹോസ്പിറ്റലിൽ വളരെ ഗുരുതരമായ നിലയിൽ 9 ആളുകൾ ഉണ്ട്. അപ്പോൾ മരണസംഖ്യ ഉണ്ടായേക്കുമോ എന്ന ആശങ്ക വരികയാണ്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഏതായാലും ഈ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമായി. അപ്പൊ LNJP ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഏറ്റവും അധികം പരിക്കേറ്റ ആളുകളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ ഡോക്ടർമാർ എല്ലാം ഈ വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. 9 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരാൾ മരിച്ചു എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നെങ്കിൽ അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അത് സംബന്ധിച്ച് കൂടി നമ്മൾ കാത്തിരിക്കുന്നു എന്നതാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അത് സ്ഥിരീകരിക്കാനാകൂ. പക്ഷെ അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. പക്ഷെ മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക വളരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇത് ഏതായാലും തീവ്രവാദ ബന്ധം ഇതിന് ഇല്ല എന്നതാണ് പ്രാഥമികമായി കിട്ടിയ ഒരു വിവരം. അതോടൊപ്പം തന്നെ ഇതിന് ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളില്ല. പക്ഷെ ഇങ്ങനെ ഒരു വാഹനം അപകടത്തിൽ പെടാനുള്ളൊരു കാരണം എന്താണ്, അല്ലെങ്കിൽ വാഹനത്തിൽ സ്ഫോടനം നടക്കാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒക്കെയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പൊ ഏതായാലും ആ പ്രദേശത്തെ ജനങ്ങൾ എല്ലാം പരിഭ്രാന്തരായിരിക്കുന്നു. അതിൽ നിന്ന് ആളുകളെ ഒന്ന് ശാന്തരാക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും നടത്തുന്നത്. ഇതിൽ നിരവധി പേരെ പരിക്കേറ്റ LNJP ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു ഒരാളുടെ മരണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിവരം വരുന്നു. അതൊരു ദുഃഖകരമായ വാർത്തയാണ്. ആളുകൾ ഗുരുതരമായി പരിക്കേറ്റവർ മരണം സംഭവിച്ചില്ല എന്നാണ് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ പോലീസ് നേരത്തെ വന്ന അനൌദ്യോഗിക വാർത്തകൾ നമ്മൾ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് പോലീസും കൂടി സ്ഥിരീകരിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ചിലരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത് ചെറിയ ആശങ്കയ്ക്ക്, ചെറുതല്ല വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഏതായാലും അഗ്നിബാധ നിയന്ത്രണ വിധേയമായി എന്നതാണ് ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന. അതീവ ഗുരുതരമാണെന്നാണല്ലോ മനു ഇപ്പോൾ LNJP ഹോസ്പിറ്റലിൽ നിന്നുള്ള അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചു. सोच भी नहीं सकता कि एकदम से हुआ तो क्या हुआ इंसान। गाड़ी इको बताई जा रही है सर वहाँ पे होंडाई का वो पड़ा हुआ है पूरा, उसके साथ में फेफड़ा आगे जी। अच्छा, बहुत सारी काफी सारी गाड़ियाँ हैं वहाँ पे। तो उसके एक गाड़ी के साथ साथ और भी गाड़ी जी 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 यही सुनने में आया। सर हम वहाँ फिर आगे गए नहीं, इसलिए हम फौरन इधर ही दूरी खड़े हो गए। यहाँ पे हमने देखा, सबसे पहले हमने फेफड़ा देखा वहाँ पड़ा, हमने लगा कि ऐसी होगा। फिर हमने सर को यहाँ पे SHO को बताया हमने कि यहाँ पे सर ये गोश्त पड़ा हुआ है यहाँ पर। उसके बाद हमें लगा कि ऐसी होगा गोश्त, लेकिन उसके बाद फिर हमने हाथ देखा, हम तो खुद शॉक्ड हो गए कि मतलब बयान नहीं कर सकते इस चीज़ को। ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ മനു വരുന്നത് അവിടെ നിന്ന് പോലീസിന്റെ സോഴ്സുകൾ പറയുന്നത് അല്പസമയത്തിനകം മീഡിയയ്ക്ക് അത് ബ്രീഫ് ചെയ്യും എന്താണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. LNJP ഹോസ്പിറ്റൽ വൃത്തങ്ങൾ പറയുന്ന വിവരമനുസരിച്ച് 9 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ്.
അവിടെ നിരവധി പേരെ പരിക്കേറ്റ് LNJP ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ 9 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് LNJP ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരമായിട്ട് പുറത്തുവരുന്നത്. ഡൽഹി പോലീസ് പറയുന്നു അല്പസമയത്തിനകം ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അത് മീഡിയയ്ക്കായി നൽകും എന്നുള്ളതാണ്. ഒരു ബ്രീഫിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോലീസിന്റെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇത് മീഡിയയോട് പറയും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. നിലവിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചതാണ്. അവിടെ നിന്ന് തീ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഏതാണ്ട് 10-12 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. വളരെ ജനത്തിരക്കേറിയ ഒരു സമയം തന്നെയായിരുന്നു. അതാണ് ദൃക്സാക്ഷികൾ പറയുന്നതും. ദൃക്സാക്ഷികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കടകളിൽ നിന്ന് ആളുകൾ ഓടി മാറുകയാണ് ചെയ്തത്. പിന്നീടാണ് അവർ ഈ അഗ്നിരക്ഷാ സേന വന്ന് തീ അണച്ചതിന് ശേഷമാണ് മടങ്ങിയെത്തിയത്. അതിനിടയിൽ നിരവധി പേർക്ക് പൊള്ളലേറ്റു. അതിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള 9 പേർ LNJP ഹോസ്പിറ്റലിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ ചികിത്സയിലുമുണ്ട്. നിരവധി ആളുകളെയാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴും ധാരാളം വാഹനങ്ങൾ എന്നുള്ളതാണ്. 10-12 അല്ല, അതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ കത്തിയിട്ടുണ്ട് എന്ന രീതിയിലും ഡൽഹി പോലീസ് അനൌദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏതായാലും ഇത് അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. കാർ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാറിൻ്റെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ അതോ ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനമാണോ എന്നുള്ള കാര്യമാണ്. ഡൽഹിയെ നടുക്കിയ ഈ സ്ഫോടനമുണ്ടായത് ഇന്ന് വൈകിട്ടാണ്. ഡൽഹി മെട്രോ സ്റ്റേഷന് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുന്നിൽ ഗേറ്റ് നമ്പർ 1 സമീപത്താണ് കാർ പൊട്ടിത്തെറിച്ചത്. ആദ്യം പാർക്ക് ചെയ്തിരുന്ന കാർ എന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദൃക്സാക്ഷി പറഞ്ഞ വിവരമനുസരിച്ച് കാർ മൂവിംഗ് കാർ എന്നാണ് പറഞ്ഞത്, സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മനു, ഈ 9 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് LNJP ആശുപത്രിയിൽ നിന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 9 പേർ മരിച്ചു എന്ന ഒരു വിവരം അവിടുന്ന് വരുന്നു. ഏതാണ്ട് 9 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോഴും 9 പേർ മരിച്ചു എന്ന ഒരു സ്ഥിരീകരണം അവിടുന്ന് വരുന്നു. അത് അങ്ങേയറ്റം നിരാശാജനകമായ കാര്യം. കാരണം ഈ സ്ഫോടനം ഉണ്ടായ ഘട്ടത്തിൽ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ മരണം कार के तो कितने लोग सवार थे उस गाड़ी में, कुछ पता चला? 4-5 कई जने वैसे जल गए आसपास में जो थे वो। कितनी गाड़ियां डैमेज हुई हैं यहाँ पर? कितनी? 2-3 गाड़ी। वो जो कार सवार थे उनकी क्या हालत कैसी है? कुछ तो गंभीर है, 8-10 तो गंभीर है, 20-25 जनों को वैसे चोट आई है उनके जैसे से। कुछ हाथ कितने बजे घटना घटी? 7 बजे। 7 पुट्टे 7 में बम फट गया। 7 बजते पुट्टे 7 में बस बम फट गया। मैं अपना दुकान वहीं पे था, मेरा दुकान। कितनी गाड़ियां चपेट में आई इसके बम के? 2 जल गया है। 2 बस भी? हाँ। ആ കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ്, പൊട്ടിത്തെറിച്ച കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 4-5 യാത്രക്കാർ ഉണ്ടായിരുന്നു ആ കാറിൽ എന്നാണ്. ബസ്സും ഉണ്ടായിരുന്നു. ഈ അപകടം സംഭവിച്ച പിന്നീട് തീ പടർന്ന വാഹനങ്ങളിൽ ബസ്സും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. LNJP ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അദ്ദേഹത്തിന്റെ ബൈറ്റ് ഒരിക്കൽ കൂടി. आप लोग वहीं खड़े थे? आप वहीं थे? मैं उसके पीछे चल रहा था कार के। तो कितने लोग सवार थे उस गाड़ी में, कुछ पता चला? 4-5 कई जने वैसे जल गए आसपास में जो थे वो। कितनी गाड़ियां डैमेज हुई हैं यहाँ पर? कितनी? 2-3 गाड़ी। वो जो कार सवार थे उनकी क्या हालत कैसी है? कुछ तो गंभीर है, 8-10 तो गंभीर है, 20-25 जनों को वैसे चोट आई है उनके जैसे। कुछ हाथ कितने बजे घटना घटी? 7 बजे। 7 पुट्टे 7 में बम फट गया। 7 बजते पुट्टे 7 में बस बम फट गया। मैं अपना दुकान वहीं पे था, मेरा दुकान। कितनी गाड़ियां चपेट में आई इसके बम के? 2 जल गया है। 2 बस भी? हाँ। ഇതാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ആദ്യം സംസാരിച്ചയാൾ ആ പൊട്ടിത്തെറിച്ച കാറിന്റെ തൊട്ടു പിന്നിൽ യാത്ര ചെയ്യുന്നയാളായിരുന്നു.
ആ കാറിൽ 4-5 ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷി പറയുന്ന വിവരം. ഇത് LNGP ഹോസ്പിറ്റലിലേക്ക് മാറ്റിയവരിൽ ഇവരും ഉൾപ്പെട്ടിട്ടുണ്ടാവാം. എന്തായാലും ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് 9 പേർ മരിച്ചു എന്നുള്ളതാണ്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവരെ കൊണ്ടുവന്നത് ആശുപത്രിയിലേക്ക് എന്നായിരുന്നു ആദ്യം കിട്ടിയിരുന്ന വിവരം. പോലീസിൽ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ കാത്തുനിൽക്കുകയാണ്. അല്പസമയത്തിനകം അത്തരത്തിലുള്ള വിവരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഡൽഹിയിൽ സ്ഫോടനത്തിൽ 9 മരണം. പോലീസിന്റെ बेसिक इन्फॉर्मेशन आप दे दीजिए. As of now, I cannot tell you anything. Basic It is under investigation. Sir, what is the primary information? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനകൾക്ക്